ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കെമിസ്ട്രി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് കെമിസ്ട്രിയിൽ നിന്നും 2 or 3 ക്വസ്റ്റ്യൻസ്, മാക്സിമം 3 ക്വസ്റ്റ്യൻസ്, അതിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. എന്ന് വെച്ചാൽ അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. അതിന് സമയം നമുക്ക് ഇംഗ്ലീഷോ മാത്സോ പൊളിറ്റിക്സോ ആൻഡ് സോ ഓൺ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ കെമിസ്ട്രിനെ വിട്ട് നമുക്കത് മൊത്തത്തിലായിട്ട് പഠിച്ചെടുക്കാം എന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത്. ഒരറിവും ചെറുതല്ല. അതെ, ആരും പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരറിവും ചെറുതല്ല. ഒരു പക്ഷെ ഇതിൻ്റെ 1 മാർക്കായിരിക്കാം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പോലും എത്തിക്കുന്നത്. സോ പഠിച്ചെടുത്തേ പറ്റൂ കെമിസ്ട്രി. കെമിസ്ട്രീനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ആറ്റം. ആറ്റത്തിൻ്റെ കമ്പോണൻസ്, സ്ട്രക്ചേഴ്സ്, ഡിസ്കവറീസ്, മോഡൽസ്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി പഠിച്ചാലോ. സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്ത്? ഒരു മാറ്റർ, അതൊരു ആറ്റം ആകാം, മോളിക്യൂൾസ് ആകാം, എന്തും ആയിക്കോട്ടെ, അതിൻ്റെ കമ്പോസിഷൻസ്, പ്രോപ്പർട്ടീസ്, റിയാക്ഷൻസ്, ഇതിനെ പറ്റിയുള്ള ഓവറോൾ സ്റ്റഡിയാണ് കെമിസ്ട്രി. ഓക്കെ, ഇനി കെമിസ്ട്രീനെ നമ്മൾ പണ്ടറിയപ്പെട്ടിരുന്ന പേരാണ് ആൽക്കമി. ഓക്കെ, ആൻഷ്യൻറ്റ് നെയിം ഓഫ് കെമിസ്ട്രി ഈസ് ആൽക്കമി. ഇത് ചെയ്തിരുന്ന സയൻറ്റിസ്റ്റിനെ വിളിച്ചിരുന്നതാണ് ആൽക്കമിസ്റ്റ്. Ancient name of chemistry is called alchemist. International Year of Chemistry is celebrated in 2011. International Year of Chemistry 2011 ആഘോഷിക്കപ്പെടുന്നത്. ഓരോ വർഷം ഓരോരോ ഇയർ സെലിബ്രേഷൻ ആണല്ലേ. ഈ കെമിസ്ട്രി 2011 ഇത് നമുക്ക് എങ്ങനെ ആലോചിച്ച് സെറ്റ് ചെയ്യാം? കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താ? ട്രൈ. ചിലപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്യും, സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പിന്നെ വീണ്ടും ഒരു വട്ടം ട്രൈ ചെയ്തു, സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ഇത്ര മതി. ഇതിന് മുകളിൽ 20 കൂടി ഇട്ടാൽ സംഭവം സോൾവ് ആവില്ലേ. അപ്പോൾ കെമിസ്ട്രി സെലിബ്രേറ്റ് ചെയ്യണ വർഷമാണ് 2011. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നോക്കി? കെമിസ്ട്രി ഒരു ഓവറോൾ ഐഡിയ, ഒരു മാറ്ററിൻ്റെ കമ്പോസിഷൻസ്, പ്രോപ്പർട്ടീസ്, റിയാക്ഷൻസ്, ഇതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ സ്റ്റഡിയാണ് കെമിസ്ട്രി. പണ്ട് ഇതിനെ ആൽക്കമി എന്നായിരുന്നു വിളിച്ചിരുന്നത്, ആൽക്കമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ചെയ്തിരുന്നവർ തന്നെ ആൽക്കമിസ്റ്റ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി 2011. ഓക്കെ, ഇനി കെമിസ്ട്രി പറ്റി അറിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ആറ്റോമിക് സ്ട്രക്ചർ. ഒരു ആറ്റോമിക് സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ആറ്റം? ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സബ്സ്റ്റൻസിനെയും ഏതൊരു പദാർത്ഥത്തിനെയും ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ചെറിയ കണങ്ങൾ കൊണ്ടാണ്. എ ടൈനി പാർട്ടിക്കിൾസ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ഈസ് കോൾഡ് ആറ്റം. ഓക്കെ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ഈസ് ആറ്റം. ഗ്രീക്ക് വേർഡായ ആറ്റമോസ് എന്നതിൽ നിന്നാണ് ആറ്റം എന്നുള്ളൊരു വേർഡ് വന്നത്. ആറ്റം എന്നതിൻ്റെ അർത്ഥം ഇൻഡിവിസിബിൾ. നമുക്കറിയാം ആറ്റം എന്ന് വെച്ചാൽ വളരെ 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 ടൈനി പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വിഭജിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇൻഡിവിസിബിൾ. നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കെമിസ്ട്രീനെ പറ്റി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആറ്റത്തിന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഘടന നമ്മൾ പഠിച്ചിട്ട് ആദ്യം കൊച്ചു ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ അതിന് ചുറ്റും കുറേ ഷെല്ലുകളുണ്ടാവും, അതിൽ കുഞ്ഞു കുഞ്ഞ് ഇലക്ട്രോൺസ്, അതെന്തോ ആണ്. അപ്പോൾ നമ്മളിതിനെ പറ്റിയുള്ള പഠനം ചെയ്യുമ്പോൾ നമുക്ക് ആറ്റത്തിനെ പറ്റിയൊരു പൊതുവായ ധാരണ, ഇതൊരു റൗണ്ട് ഷേപ്പാണോ, അതൊരു സർക്കുലർ ആണോ, ന്യൂക്ലിയർ ഷേപ്പാണോ, അതൊരു ഓവൽ ഷേപ്പാണോ? പക്ഷെ ഇതൊന്നുമല്ല. ആറ്റം എന്നതിൻ്റെ ഷേപ്പ് ഗ്ലോബൽ, ഗോളാകൃതിയാണ് ആറ്റത്തിൻ്റെ ഷേപ്പ്. ഇതിനൊരിക്കലും ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് പറ്റി പിടിച്ച് നിൽക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ആറ്റം? ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ഈസ് കോൾഡ് ആറ്റം. ഇതിൻ്റെ ഷേപ്പ് ഒരു ഗ്ലോബൽ ഷേപ്പാണ്, ഇതിന് ഫ്രീ ആയി നിൽക്കാൻ പറ്റില്ല. ഗ്രീക്ക് വേർഡായ ആറ്റമോസ് എന്നതിൽ നിന്നാണ് ആറ്റം എന്നുള്ളൊരു വേർഡ് വന്നത്. ഇതിൻ്റെ അർത്ഥം ഇൻഡിവിസിബിൾ. ഇനി ഈ ഒരു കൊച്ചു കണത്തിന് ആദ്യമായിട്ടൊരു പേര് ചൊല്ലി വിളിച്ച ഒരാളാണ് ഓസ്റ്റ്വാൾഡ്. ദ ടേം ആറ്റം വാസ് കോയിൻഡ് ബൈ ഓസ്റ്റ്വാൾഡ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇത് ഞാൻ പഠിച്ചൊരു മെത്തേഡ് ആട്ടോ. ആറ്റം ATOM. ഇതിൽ ഈ O ഉണ്ടല്ലോ, ഈ ഓയും ഈ ഓയായിട്ടും എന്തെങ്കിലും കണക്ഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ആറ്റം ATOM. ആദ്യമായിട്ട് പേര് ചൊല്ലി വിളിച്ചത് O ഫോർ ഓസ്റ്റ്വാൾഡ്. ഓക്കെ, അപ്പോൾ ആറ്റം ബൈ ഓസ്റ്റ്വാൾഡ്. ഇനി ആറ്റം എന്നതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ജോൺ ഡാൾട്ടൺ. ആറ്റമിക് തിയറി ഫസ്റ്റ് പോസ്റ്റുലേറ്റഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദ ടേം ആറ്റം
ഒരു കണത്തിന് ആറ്റം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഓസ്റ്റ്വാൾഡ്. ആറ്റോമിക് തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്നതിൻ്റെ പിതാവാണ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ഇനി ആറ്റത്തിൻ്റെ മോഡൽസ്. ആദ്യമായിട്ടുള്ളൊരു മോഡൽ ബൈ പ്ലം പുഡിംഗ് മോഡലാണ്, ബൈ ജെ തോംസൺ. ജെ തോംസൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ആറ്റത്തിൻ്റെ മോഡൽ. ഒരു പ്ലം പുഡിംഗ് കേക്ക്, നമുക്കൊരു പുഡിംഗ് കേക്കൊക്കെ ഓർമ്മയിൽ വരുന്നില്ലേ? അതിലൊക്കെ വല്ലപ്പോഴും ഭാഗ്യവാന്മാർക്കൊക്കെ ഈ കശുവണ്ടിയും അണ്ടിപ്പരിപ്പും മുതിരൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഈ വലിയൊരു സബ്സ്റ്റൻസിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നത്, ചിന്നിച്ചിതറിക്കെടുക്കുന്ന ആൾക്കാരാണ് ഈ ആറ്റം എന്നതാണ് ജെ തോംസൺ പറഞ്ഞത്. പ്ലം പുഡിംഗ് മോഡൽ ബൈ ജെ തോംസൺ. സോളാർ ഓർ ന്യൂക്ലിയർ മോഡൽ ബൈ റൂദർഫോർഡ്. ഒരു ആറ്റത്തിൻ്റെ ഷേപ്പ് സൗരോർജം പോലെയോ, നടുക്ക് ഒരു സൺ, ചുറ്റും ഓർബിറ്റിൽ മാർസ്, ജൂപ്പിറ്റർ ഇതൊക്കെ കറങ്ങിയടിച്ച് നടക്കണ പോലെയാണ് ആറ്റത്തിൻ്റെ ഷേപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് റൂദർഫോർഡ്. ഇനി ഈ റൂദർഫോർഡ് മോഡലിൽ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത വ്യക്തിയാണ് നീൽസ് ബോർ. അതിനെയാണ് വേൾഡ്ലി മോസ്റ്റ്ലി അക്സെപ്റ്റഡ് മോഡൽ ബൈ ബോർ മോഡൽ ബൈ നീൽസ് ബോർ. ഓക്കെ, ഇനി വേവ് മെക്കാനിക്കൽ മോഡൽ ആണ് ആറ്റത്തിൻ്റേത് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് മാക്സ് പ്ലാങ്ക്. ഇനി ഇതെങ്ങനെ പഠിക്കാം? തോംസൺ ചേട്ടൻ്റെ പുഡിംഗ് കേക്ക് കട. ഓക്കെ, എലൈറ്റിൻ്റെ ഒക്കെ അറിയാം. തോംസൺ ചേട്ടൻ്റെ പുഡിംഗ് കേക്ക്. ഇനി ഇവിടെ സോളാർ, ന്യൂക്ലിയർ, റൂദർ, എല്ലാത്തിലും ഈ ആറ് എന്നുള്ളൊരു വേർഡ് കൂടുതലായിട്ട് വരുന്ന ഒരു വ്യക്തി സംഭവമാണിത്. സോളാർ, ന്യൂക്ലിയർ, റൂദർഫോർഡ്. ഓക്കെ, അപ്പോൾ സോളാർ ഓർ ന്യൂക്ലിയർ മോഡൽ ബൈ റൂദർഫോർഡ്. ഇനി വേവ് മെക്കാനിക്കൽ മോഡൽ. വേവ്, ഈ ഡബ്ല്യുവിനെ ഒന്ന് തലതിരിച്ചിട്ട് ഡബ്ല്യുവിനെ ഒന്ന് തലതിരിക്കാം. അപ്പോൾ എം വെച്ച് തുടങ്ങണമെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? വേവ് മെക്കാനിക്കൽ മോഡൽ ബൈ മാക്സ് പ്ലാങ്ക്. ഓക്കെ, വേവ് മാക്സ് എന്ന് പഠിക്കാം. കാൾ മാക്സ് എന്നൊക്കെ പറയുന്ന പോലെ വേവ് മാക്സ്. ദ ഫസ്റ്റ് മോഡൽ ബൈ നീൽസ് ബോർ നമ്മൾ മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു മോഡൽ എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസ്, ദെൻ ഓർബിറ്റ്, ഒരു ന്യൂക്ലിയസ്, ദെൻ ഓർബിറ്റ്, അതിൽ ഷെല്ലുകൾ, ഇലക്ട്രോൺസ്, ഇതിനെല്ലാത്തിനെയും നമ്മൾ സാധാരണയായിട്ട് പൊതുവായി കാണപ്പെടുന്ന മോഡൽ അതാണ് നീൽസ് ബോർ മോഡൽ എന്നും അറിയപ്പെടുന്നത്. ബൈ പ്ലം പുഡിംഗ് മോഡൽ ബൈ ജെ തോംസൺ. സോളാർ ഓർ ന്യൂക്ലിയർ മോഡൽ ബൈ റൂദർഫോർഡ്. വേവ് മെക്കാനിക്കൽ മോഡൽ ബൈ മാക്സ് പ്ലാങ്ക്. തോംസൺ ചേട്ടൻ്റെ പുഡിംഗ് കേക്കും റൂദർഫോർഡിൻ്റെ 6 കൊണ്ടുള്ള കളിയും വേവ് മാക്സും. ഓക്കെ, മറക്കരുത്. ഇനി ഒരു ആറ്റം അല്ല എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആറ്റം. നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടുള്ള ഒരേ ഒരു മോഡലാണ് അല്ലേ? ഇത് ഷെല്ലുകൾ, ഇലക്ട്രോൺസ്, ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ 2 വ്യക്തികളാണുള്ളത്. ഒന്ന് പ്രോട്ടോൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ന്യൂട്രോൺ. ആൻഡ് ദിസ് ഇത് എല്ലാം ഓർബിറ്റുകൾ. ഈ ഓർബിറ്റിൽ കറങ്ങിയടിച്ച് നടക്കുന്ന ടീമുകളാണ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കോമ്പിനേഷൻ. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഓർബിറ്റിൽ നടക്കുന്നു. ആൻഡ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നതിൻ്റെ കോമ്പിനേഷനാണ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചത് ആര്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആട്ടോ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ്. പ്രോട്ടോൺ, ന്യൂക്ലിയസ് ബൈ റൂദർഫോർഡ്. ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? നമ്മൾ പരമ്പരാഗതമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു കോഡുണ്ട്, പെൻ RTC. എന്ത്? പെൻ RTC. നമ്മൾ KSRTC എന്നൊക്കെ പറയുന്ന പോലെ പെൻ RTC. P for proton, E for electron, N for neutron. Okay, P for proton,
E for electron, N for neutron. ഈ R എന്ന് വെച്ചാലോ R റൂദർഫോർഡ്, T തോംസൺ, J തോംസന്റെ തോംസൺ, ആൻഡ് C ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അപ്പോൾ R റൂദർഫോർഡ്, T തോംസൺ, C ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഇതാണ് സംഭവം. ഈ പെൻ ആർട്ടിസിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് പഠിക്കാം. ദെൻ P പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഓക്കെ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അപ്പോൾ പഠിച്ചില്ലേ? അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ദെൻ പെൻ RTC എന്നുള്ളൊരു ഫോർമാറ്റിൽ പഠിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കോമ്പിനേഷനാണ് ഉള്ളത്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് നമ്മൾ സിംപ്ലസ്റ്റ് കോഡിലൂടെ നമ്മൾ പഠിച്ചു. പെൻ RTC, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. റൂദർഫോർഡ്, തോംസൺ, ജെ തോംസൺ, ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ദെൻ പെൻ RTC, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ജെ തോംസൺ, ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ഇനി ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രോട്ടോൺ എന്താണ്? പ്രോട്ടോൺ ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് പ്രോട്ടോൺ അറിയപ്പെടുന്നത്. ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് പ്രോട്ടോൺ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടോൺ. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ടെന്ന് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത വ്യക്തിയാണ് ഗോൾഡ്സ്റ്റൈൻ. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ടെന്ന് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത വ്യക്തിയാണ് ഗോൾഡ്സ്റ്റൈൻ. ഇനി അതിനെപ്പറ്റി മുഴുവൻ കണ്ടുപിടുത്തങ്ങൾ ചെയ്ത് പേരെടുത്തവനാണ് റൂദർഫോർഡ്. ഡിസ്കവേർഡ് ബൈ റൂദർഫോർഡ്. എങ്ങനെ? ബൈ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്. ആനോഡ് റേ എക്സ്പെരിമെൻറ്റ് വഴിയാണ് റൂദർഫോർഡ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഈ പ്രോട്ടോൺ എവിടെ കിടക്കുന്നത്? ന്യൂക്ലിയസ്, ഷെൽസ്, ഇലക്ട്രോൺസ്. ഈ ന്യൂക്ലിയസിൽ തന്നെ രണ്ട് വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ന്യൂട്രോൺ, ഒന്ന് പ്രോട്ടോൺ. അപ്പോൾ ഇതാണ് പ്രോട്ടോൺ, ഇത് ന്യൂട്രോൺ, ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അപ്പോൾ ഈ പ്രോട്ടോൺ എവിടെ കിടക്കുന്നത്? സെൻറ്റർ പാർട്ടിലാണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺ കിടക്കുന്നത്. പ്രോട്ടോൺ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻറ്റ് എന്നറിയപ്പെടുന്നു. പ്രോട്ടോൺ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഗോൾഡ്സ്റ്റൈൻ. ഡിസ്കവേർഡ് ബൈ റൂദർഫോർഡ് ബൈ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്. ഇതിൻ്റെ ചാർജും കണ്ടുപിടിച്ചു. ചാർജാണ് 1.602 × 10⁻⁻19 കൂളം. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം. സോ ചാർജ് ഓഫ് എ പ്രോട്ടോൺ 1.602 × 10⁻⁻19 കൂളം. അപ്പോൾ ഇതിൻ്റെ മാസ്, ഇതിൻ്റെ വെയിറ്റ് എന്നതാണ് 1.6726 × 10⁻⁻27 kg. kg means kilogram. So ഇതിൻ്റെ weight of a proton is 1.6726 × 10⁻⁻27 kilogram. ഓക്കെ, ഇപ്പം ഇത്രയുള്ള പ്രോട്ടോണിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാൻ. ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഒബ്സർവ്ഡ് ബൈ ഗോൾഡ്സ്റ്റൈൻ, ഡിസ്കവർഡ് ബൈ റൂദർഫോർഡ് ബൈ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്. ചാർജ് ഒരു പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ. P ഫോർ പോസിറ്റീവ്, B പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ബൈ 1.602 × 10⁻⁻19 കൂളം. വെയിറ്റ് അഥവാ മാസ് എന്നറിയപ്പെടുന്നത് 1.6726 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിൻ്റെ വളരെ 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 വെയിറ്റ് കുറഞ്ഞത് ലൈറ്റസ്റ്റ് പാർട്ടാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം എന്ന് അറിയപ്പെടുന്നത്.
ഇത് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. നമുക്ക് കണ്ടാലേ നമ്മൾ പഠിച്ചിട്ടൊക്കെയുണ്ട്. ഒരു ന്യൂക്ലിയസ്, അതിൽ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അടങ്ങിയിരിക്കുന്നു. ദെൻ ഷെൽസ്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഷെല്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ എവിടെ കിടന്ന് കറങ്ങി അടിച്ച ടീമുകളാണ് ഇലക്ട്രോൺസ്. ദീസ് ആർ ഇലക്ട്രോൺസ്. ഓക്കെ, ദീസ് ആർ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പാർട്ടിക്കിൾ. മൂവിങ് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസ്. ലൈറ്റസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. മൂവിങ് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യണതും ഇലക്ട്രോൺസ് വഴിയാണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റേതായ എല്ലാ സവിശേഷതകളും ഈ ഇലക്ട്രോൺസിനെ പറ്റി പഠിച്ചാൽ അറിയാൻ പറ്റും. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ബൈ ജെ തോംസൺ in 1897 by cathode ray experiment. കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് വഴിയായാണ് ജെ തോംസൺ ഇൻ 1897 7 8 9 10 10ന് 0 രണ്ടായി പോയില്ല, പിന്നെ എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ജെ തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോൺസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത്. ഇതിന് പേര് കൊടുത്തത് ബൈ ജോൺ സ്റ്റോണി. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റോണി എന്നെങ്കിലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇലക്ട്രോൺ എന്നൊരു പേര് കൊടുത്തത്, ഇലക്ട്രോൺ എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റോണി. ഓക്കെ, ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ അല്ല, മില്ലിക്കൻ. ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് മില്ലിക്കൻ കണ്ടുപിടിച്ചത്. അത് എത്രയാണ്? ദ ചാർജ് ഈസ് മൈനസ്. നമ്മൾ പഠിച്ചു ഇലക്ട്രോൺ ഒരു നെഗറ്റീവ് പാർട്ടിക്കിളാണ്. സോ നെഗറ്റീവ് 1.602 × 10⁻⁻19 കൂളം. ഈ സംഖ്യ നമ്മൾ എവിടെയോ കണ്ടു അല്ലേ? നോക്കിയേ, പ്രോട്ടോൻ്റെ ചാർജ് നോക്കൂ, 1.602 × 10⁻⁻19 കൂളം. പക്ഷെ ഇതൊരു പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ആൻഡ് ഇലക്ട്രോണിൻ്റെ ചാർജ് ഈസ് നെഗറ്റീവ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ഈസ് നെഗറ്റീവ് 1.602 × 10⁻⁻19 കൂളം. ജെ തോംസൺ തന്നെ അതിൻ്റെ മാസ് ആൻഡ് വെയ്റ്റ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻⁻31 കിലോഗ്രാം. 9.1 × 10⁻⁻31 കിലോഗ്രാം ബൈ ജെ തോംസൺ. ഇതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്, ജെ തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് വഴിയാണ് പഠിപ്പിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആനോഡ് റേ എക്സ്പെരിമെൻറ്റ് ബൈ റൂദർഫോർഡ്. ഇത് നമുക്ക് എങ്ങനെ നോക്കാം? പ്രോട്ടോൺ, ഈ പീൻ്റെ അടിക്ക് ഒരു ലൈൻ കൂടി വച്ച് എ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു എ ഷേപ്പ്. എ ഫോർ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇലക്ട്രോൺ ഇ. ഒരു സി ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? സി ഫോർ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ ബൈ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് വഴിയാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ എവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. ഈ ന്യൂട്രോൺസ് കിടക്കുന്നത് വളരെ സത്യം പറഞ്ഞൊരു മിണ്ടാമ്പൂച്ച പോലെയാണ് കിടക്കുന്നത്. കണ്ടുപിടിക്കാൻ തന്നെ ഒത്തിരി വൈകിപ്പോയി. ഈ 1932 ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോ 1897. എന്തുകൊണ്ട്? കാരണം ഇതിന് ചാർജില്ലാതെ. ന്യൂട്രൽ എന്നൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ന്യൂട്രൽ എന്ന് വെച്ചാൽ നോ ചാർജ്. ഓക്കെ, നോ ചാർജിങ് പാർട്ടിക്കിൾ ആണ് ഒരു ആറ്റത്തിൻ്റെ നോ ചാർജ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വസ്തു ഉണ്ടോ എന്ന് പോലും കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കണ്ടുപിടിക്കാനും അതുകൊണ്ട് വൈകി. 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബൈ ജെയിംസ് ചാഡ്വിക്. നമ്മൾ പഠിച്ചു 10RTC. ന്യൂട്രോൺ ബൈ ജെയിംസ് ചാഡ്വിക്. ഇറ്റ്സ് ജെയിംസ് ചാഡ്വിക്. സോ ന്യൂട്രോണെ ഡിസ്കവർ ചെയ്തതാണ് ജെയിംസ് ചാഡ്വിക് ഇൻ 1932. ഹെവിയസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ്. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ വെയ്റ്റ്. ഇലക്ട്രോണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 9.1 × 10⁻31.
പ്രോട്ടോണിൻ്റെ വെയിറ്റ് ആണെങ്കിലോ 1.6726 × 10⁻⁻27. ഇത് തമ്മിൽ അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ഇത് ഇത്രയും സ്റ്റേബിളായി നിൽക്കുന്നു, രണ്ടും വ്യത്യസ്ത മാസമായിട്ട്? അപ്പോഴാണ് ഇതിൻ്റെ ഒരു ആശയം വന്നത്. ന്യൂട്രോൺ ഇറ്റ് ഈസ് ദ ഹെവിയസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. ഒരു ആറ്റത്തിലുള്ള ഏറ്റവും ഹെവിയസ്റ്റ്, ഏറ്റവും ലൈറ്റസ്റ്റോ, ഏറ്റവും ലൈറ്റസ്റ്റ് എന്ന് വെച്ചാൽ വളരെ വെയിറ്റ് വരുന്ന പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹെവിയസ്റ്റ് ന്യൂട്രോണും ഏറ്റവും ലൈറ്റസ്റ്റ് ഈസ് ഇലക്ട്രോണും. പിന്നെ മിണ്ടാമ്പൂച്ച കലമുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇതുപോലെ ലീസ്റ്റ് സ്റ്റേബിളാണ്. പിടിച്ച കിട്ടത്തില്ല, നീ സ്റ്റേബിൾ അല്ല, ഒട്ടും സ്റ്റേബിൾ അല്ല ന്യൂട്രോൺ. ഓക്കെ, അതാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? ആറ്റത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് അടങ്ങിയിരിക്കുന്നു. ഒരു ആറ്റത്തിൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആണ് കറങ്ങിയടിച്ച് നടക്കുന്നത്. ഷെല്ലിൽ കറങ്ങിയടിച്ച് നടക്കുന്ന ഒരു പാർട്ടിക്കിൾ. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് കണ്ടുപിടിച്ച് നമ്മളൊരു കോഡ് വഴി പഠിച്ചു. PEN-RTC, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. R for Rutherford, T for Thomson, C for Chadwick. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഓക്കെ, PEN-RTC. ദെൻ പ്രോട്ടോണിനെ പറ്റി നമ്മൾ പഠിച്ചു. ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണിത്. അത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത വ്യക്തിയാണ് ഗോൾഡ്സ്റ്റെയിൻ. ഡിസ്കവർ ചെയ്ത വ്യക്തിയാണ് റൂദർഫോർഡ്. പ്രോട്ടോൺ ബൈ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്. ഇതിൻ്റെ ചാർജ്, മാസ്. ദെൻ നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. സോ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ, ഒരു ആറ്റത്തിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺ വഴി ഒരു സബ്സ്റ്റൻസിൻ്റെ, ഒരു പദാർത്ഥത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇൻ 1897, 7, 8, 9, 10 ഒന്നുണ്ട്. 1897 J തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോൺ എങ്ങനെയാ ഈരോടെ C ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ കാഥോഡ് എന്ന് കിട്ടും. കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്. ഇതിന് ആദ്യമായിട്ട് പേര് കൊടുത്തത് സ്റ്റോണി. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. സ്റ്റോണി, ലാസ്റ്റ് പേര് നമ്മൾ ഓർത്തിരിക്കുക, സ്റ്റോണി. അപ്പോൾ ഇലക്ട്രോൺ ആദ്യമായിട്ട് പേര് കൊടുത്ത വ്യക്തിയാണ് സ്റ്റോണി. ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് കണ്ടുപിടിച്ചത്, ബൈ മില്ലിക്കൻ. ഇതിൻ്റെ ചാർജ്, ഓക്കെ. J തോംസൺ ആണ് മാസ് കണ്ടുപിടിച്ചത്, വെയിറ്റ് കണ്ടുപിടിച്ചത് 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇതിന് ഡുവൽ നേച്ചറാണ്, ഞാൻ പറയാൻ പറ്റില്ല. ഡുവൽ നേച്ചറാണെന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ സ്വഭാവം, ഒരു പാർട്ടിക്കിളിൻ്റെ സ്വഭാവം ഇലക്ട്രോൺ കാണിക്കുന്നു. ഇതാരാണ് കണ്ടുപിടിച്ചത്? ഡിബ്രോഗിലിയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ട്, ഇലക്ട്രോൺ വേവും പാർട്ടിക്കിളും നേച്ചേഴ്സ് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷം പ്രൂവ് ചെയ്ത വ്യക്തിയാണ് LH ജെർമർ. ആര്? LH ജെർമർ. സോ ഡുവൽ നേച്ചർ ഓഫ് എൻ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ വേവ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ഡിബ്രോഗിലി. അത് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് LH ജെർമർ. ഇനി നമ്മൾ പഠിച്ചത് ന്യൂട്രോൺ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണ് ജെയിംസ് ചാഡ്വിക് 1932. ഇതിന് നോ ചാർജാണ്, ചാർജില്ലാത്ത വസ്തുവാണ് ന്യൂട്രോൺ. ഹെവിയസ്റ്റ് ആണ്. അപ്പോൾ ലൈറ്റസ്റ്റ് ഏതാ? ഓർമ്മയില്ലേ? അപ്പോൾ ലീസ്റ്റ് സ്റ്റേബിളും ആണ്. ഓക്കെ, ദെൻ ന്യൂട്രോൺ കണ്ടുപിടിച്ചതും ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും പ്രോട്ടോൺ കണ്ടുപിടിച്ചതും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്സിനെ പറ്റി ഓർക്കുന്നില്ലേ? ആറ്റംസ് ആൻഡ് കമ്പോണൻസ് ആയി പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഡിസ്കവറീസ്, മോഡൽസ്, കൂട്ടത്തിൽ PEN-RTCയും എല്ലാം ഒന്ന് നന്നായി റിവൈസ് ചെയ്ത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.